യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും. നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട യമനി യുവാവ് തലാലിന്റെ കുടുംബം തയ്യാറായെന്ന് മധ്യസ്ഥർ അറിയിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് നിർണായക പുരോഗതിയുണ്ടായത്. തുടർ നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്നുള്ള ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒന്ന്, നിമിഷപ്രിയയുടെ മോചനം പൂർണ്ണമായിട്ടും സാധ്യമായേക്കാം, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുകയും തുടർന്നുള്ള കാലം അവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന അത്ര കാലം നിമിഷപ്രിയ ജയിലിൽ കിടന്നേക്കാം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്നലെ വന്നുകൊണ്ടിരുന്ന വാർത്ത ഇന്ന് കാലത്ത് ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു. എന്നാൽ വീണ്ടും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാതൃഭൂമി ന്യൂസ് ഇന്ന് 29 ജൂലൈ 2025 പുറത്തുവിട്ടതാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കില്ലെന്ന് ധാരണയായി. ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ. ജവാദ് മുസ്തഫാവി യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് മീഡിയ വൺ തന്നെ പുറത്തുവിട്ടതാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തകൾ തള്ളി കേന്ദ്രം. ചില വ്യക്തികൾ പങ്കുവെക്കുന്ന വിവരങ്ങൾ തെറ്റെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇത് രണ്ടുകൂടി രണ്ട് തലങ്ങളിലുള്ള ചർച്ചയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയ രക്ഷപ്പെടുമോ, നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയമാവുമോ എന്നുള്ളതാണ്. പുതിയ ചില വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്ന് തന്നെയാണ്. എന്നാൽ നിമിഷപ്രിയ രക്ഷപ്പെടുന്നത് ഔദ്യോഗിക ചർച്ചകളിലൂടെ അല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്താണെന്നുള്ളത് പറയാം. അതിനു മുമ്പ് നിമിഷപ്രിയയുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ട തലാൽ അബ്ദു മഹ്ദി എന്ന് പറയുന്ന യമനി പൗരൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ ആരോപണങ്ങളും കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവൻ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പോസ്റ്റുകൾ ചെയ്തിട്ടുള്ളത്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ല, അവരുടെ കുടുംബം മാപ്പ് നൽകില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളിപ്പോൾ കാണുന്നത് മാധ്യമം ഇന്ന് 29 ജൂലൈ 2025 പുറത്തുവിട്ട ഒരു വാർത്തയാണ്. നിമിഷപ്രിയ കേസ് വധശിക്ഷ റദ്ദാക്കുന്നത് നിഷേധിച്ച് തലാലിൻ്റെ സഹോദരൻ. തലാലിൻ്റെ രക്തം വിലപേശാനുള്ളതല്ല, ഒരു പരിഗണനയുമില്ല എന്നുള്ളതാണ് ഈ വധിക്കപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന ആള് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി പരിശോധിക്കുന്നത്. മീഡിയ വണ്ണ് പുറത്തുവിട്ട നമ്മൾ നേരത്തെ കാണിച്ച വാർത്തയുടെ ബാക്കി കുറച്ച് ഭാഗം കൂടി കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സുഭാഷ് ചന്ദ്രൻ, ഇപ്പോഴും നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്വാഭാവികമായും ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മീഡിയേറ്റർമാർ വഴി ഞങ്ങൾ കാന്തപുരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകി ലഭിച്ച സൂചനകൾ പ്രകാരം, അവിടുന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ വധശിക്ഷ തത്വത്തിൽ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിരിക്കുന്നു. ഇനി ബാക്കി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിമിഷയെ പൂർണ്ണമായ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ദിയാദനം നൽകിക്കൊണ്ട് നിമിഷയെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതേസമയം വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് നിമിഷയെ അവിടെ ജയിൽ ശിക്ഷ നൽകണമെന്നുള്ള ചില ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇനി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ കുടുംബത്തെ പൂർണ്ണമായും നമുക്ക് നമ്മുടെ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടർ ചർച്ചകൾ ആവശ്യമാണ്. പക്ഷേ വധശിക്ഷ വേണ്ടെന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ ഓഫീസിൽ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് കുടുംബവുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് വധശിക്ഷ അത് പൂർണ്ണമായും വേണ്ട എന്ന് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന. എന്നാൽ ഔദ്യോഗികമായിക്കൊണ്ട് തലാൽ അബ്ദു മഹദി എന്ന് പറയുന്ന വധിക്കപ്പെട്ട യമനി പൗരൻ്റെ കുടുംബത്തിൻ്റെ വക്താവ് അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രക്തബന്ധു സഹോദരൻ, അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. അതുമാത്രമല്ല, കാന്തപുരത്തിൻ്റെ പ്രസ്താവനകൾ മുഴുവൻ തള്ളുന്നുണ്ട്. കാന്തപുരവുമായിട്ട് സംവാദത്തിന് തയ്യാറാണ് എന്നതിന് പുറമെ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ പറയുന്നത് അതാണ്. ഇനി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പോസ്റ്റിലുള്ളത് ഇത് യമനിലുള്ള അറ്റോർണി ജനറലിന് നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ലെറ്ററാണ്.
അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ കുടുംബവും യമനിൽ വധിക്കപ്പെട്ട തലാൽ അബ്ദു മഹദി എന്ന് പറയുന്ന ആളുടെ കുടുംബവും അത് രണ്ടാണ്. അത് ഈ വാർത്തയിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് നയതന്ത്രപരമായിട്ടുള്ളൊരു ചർച്ചയല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യമനിൽ 2 സർക്കാരുകളാണ്. സൗദി അറേബ്യയുടെ പിന്തുണയുള്ള ഒരു വിഭാഗം സർക്കാരുണ്ട്, അതാണ് ഔദ്യോഗിക വിഭാഗം. മറ്റൊന്ന് ഹൗതികൾ. ഇപ്പോൾ നേരത്തെ ഇവരുടെ തന്നെ ഒരു പ്രതിനിധി പറഞ്ഞു, യമനിൽ പറയുന്ന ഹൈത്തുകൾ എന്ന് പറയുന്ന ഹൗതികൾ, അവർ ആണ് ഈ സൻആ എന്ന് പറയുന്ന പ്രദേശം, ഈ നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്ന പ്രദേശം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഔദ്യോഗിക സർക്കാരല്ല. പല രാഷ്ട്രങ്ങളും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൂത്തികൾ നടത്തുന്ന ആ ഒരു വിഭാഗവുമായിട്ട് ഇന്ത്യൻ സർക്കാരിന് നയതന്ത്ര ബന്ധമില്ല. കാര്യം അത് ഔദ്യോഗികമല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ $10 ലക്ഷം, $1 മില്യൺ ദിയാപ്പണം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ $10 ലക്ഷം 10 കൊടുത്താൽ വെറും 1 ലക്ഷമോ അല്ലെങ്കിൽ $50,000 നൽകിക്കഴിഞ്ഞാൽ അവിടെയുള്ള സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഹൂത്തികൾ അവിടെ മുഴുവൻ വെട്ടി, അങ്ങനെ ഒരു ശിക്ഷ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി നിങ്ങൾ കേട്ടു നോക്കൂ, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഒരു ഔദ്യോഗിക ചർച്ചകളല്ല നടത്തിയിരിക്കുന്നത്, മറിച്ച് അവിടെ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഒരു തലാൽ ആക്ഷൻ കൗൺസിൽ യമനിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഈ തലാൽ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകളോട് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ, അവരുടെ ദൂതന്മാർ ഇതിനകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു ഇല്ലാത്ത തന്നെയാണ്. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിമിഷപ്രിയ രക്ഷപ്പെടുന്നതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അവർ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഞങ്ങളുടെ ജില്ലക്കാരിയാണ്, ഇവിടെ കൊല്ലങ്കോട് സ്വദേശിയാണ്. അവർ രക്ഷപ്പെടുകയാണെങ്കിൽ അവർ രക്ഷപ്പെടട്ടെ. അവരുടെ മകളും അവരുടെ ഭർത്താവ് ടോമിയും അമ്മയും ഒക്കെ ഇപ്പോൾ യമനിലാണുള്ളത്. അവരുടെ മോചനവും കാത്ത് അവർ രക്ഷപ്പെടട്ടെ, അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ വളഞ്ഞ വഴിയിലൂടെ യമനി പൗരന് നീതി നിഷേധിക്കുവാൻ വേണ്ടി ഒരു മലയാളി കളിക്കുമ്പോൾ അത് പ്രശസ്തിയുടെയും മറ്റു തലങ്ങളിലേക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴാണ്. ഇവിടെ കുടുംബവുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്ന് പറഞ്ഞു. എന്നാൽ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വക്താവ് പറയുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല, പൂർണ്ണമായിട്ടും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാണെന്ന്. എന്നാൽ ഇവർ നടത്തിയ ചർച്ച ഇവിടെ വാർത്തയുടെ ഇടയിൽ വന്നു. ഇവിടെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പോലെ തന്നെ അവിടെ തലാൽ ആക്ഷൻ കൗൺസിൽ ഉണ്ട്. തലാലിന് നീതി ലഭിക്കണം എന്നൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ട്. അവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം നമുക്ക് മനസ്സിലായി. കേന്ദ്ര സർക്കാർ, ഇന്ത്യ ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാരിന് മുകളിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഇവരുടെ തന്നെ ചില മൊയ്ലിയാക്കന്മാരുടെ വീഡിയോകളുണ്ട്. അത് റിയാക്റ്റീവ് വീഡിയോസ് എന്ന ചാനലിൽ ആ ഒരു തലത്തിലുള്ള വീഡിയോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കാം, എന്നാൽ അത് നേരായ മാർഗത്തിലല്ല എന്നുള്ളതാണ്. ഇവിടെ നിന്നുള്ള ഏതോ പൗരോഹിത്യ മേലാളന്മാരും അതുപോലെ തന്നെ യമനിലുള്ള ഏതോ സൂഫി പണ്ഡിതനും ഒക്കെ ചേർന്ന് അവിടെ തലാൽ അബ്ദു മഹദിക്ക് നീതി വേണം എന്ന് പറയുന്ന ഒരു ആക്ഷൻ കൗൺസിൽ അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടുത്തെ സർക്കാർ എന്ന് പറയുന്ന ഹൂത്തികളായിക്കൊണ്ടുള്ള റിബൽ സർക്കാർ, അവരുമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ചേക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ കുറച്ച് ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു രാജ്യത്ത് നടക്കുന്ന ചർച്ചയായതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ഒരു നേരിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയോ അംബാസഡറോ ആരും പോയി സംസാരിക്കാനോ കാര്യങ്ങൾ ആ തരത്തിലൊരു സാധിക്കില്ല. പക്ഷേ കാന്തപുരം ഇതിനകത്ത് ഇടപെട്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ സുപ്രീം കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായത് സർക്കാർ ഇത് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ യമൻ സർക്കാരിനോ അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവരുടെ തന്നെ ഒരു പ്രതിനിധി പറയുന്ന ചെറിയൊരു ഭാഗമുണ്ട്, നമുക്കൊന്ന് കാണാം. ഒന്ന് യമനിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. നിലവിൽ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഏജൻസികൾക്ക് പോലും അവിടെ ഇടപെടലുകൾ നടത്തുന്നത് ചില സാങ്കേതികമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ യമനൊരു പഴയതുപോലെയല്ല. ഇപ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് വളരെ അരാഷ്ട്രീയമായ ഒരു കാലാവസ്ഥ യമനിൽ നിലനിൽക്കുന്നുണ്ട്.
സൗത്ത് യമന് റാഷിദ് അൽ അലീമിയുടെയും സാലിഹ് സലാം അബ്ദുള്ളയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ഔദ്യോഗിക ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിലും യമനിന്റെ ശരിയായ ക്യാപിറ്റലായ സന ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അവിടെ ഇപ്പം ഹൂത്തി അല്ലെങ്കിൽ യമനിലെ ഹൗസി എന്നാണ് പറയുക. ആ ഹൂത്തി ഭരണത്തിന്റെ കീഴിലാണ് ഉത്തര യമൻ പ്രദേശം നിലനിൽക്കുന്നത്. അവിടെയാണ് തലാലിന്റെ കുടുംബം താമസിക്കുന്ന ദമർ എന്ന് പറയുന്ന പ്രവിശ്യ ഉൾക്കൊള്ളുന്നതും. അതോടൊപ്പം തന്നെ ഹൂത്തി ഗവൺമെന്റിന്റെ കീഴിലുള്ള സനയിലെ ജിനായത്ത് കോടതിയിലാണ് നിമിഷയുടെ വധശിക്ഷ ഉത്തരവ്, ഈ കേസ് നടക്കുന്നതും വധശിക്ഷ വിധിച്ചതൊക്കെ സനയിലെ കോടതിയിലാണ്. അപ്പൊ അവിടെ ഈ ഹൂത്തി യമനിൽ ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളോ നമ്മുടെ എംബസികളോ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പൊ അത്തരൊരു രാജ്യത്ത് സ്റ്റേറ്റിന് ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അവിടെയാണ് ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ജിനായത്ത് കോടതി, ക്രിമിനൽ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത് ഹൂത്തികളുടെ പ്രദേശത്താണ്. അവിടെ നിന്ന് 650ഓളം കിലോമീറ്റർ മാറി ഒരു മലമ്പ്രദേശത്താണ് തലാലിൻ്റെ കുടുംബം ഉള്ളത്. ആ തലാലിൻ്റെ കുടുംബവുമായിട്ട് ഈ പറയപ്പെട്ട ആരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് സർക്കാർ നിയോഗിച്ച ഭാസ്കരൻ സാമുവൽ ജെറോം എന്ന് പറയുന്ന ആള് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങൾ കള്ളം പടച്ചു വിടുന്നുണ്ട്. അത് അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് ചില ആളുകൾ തള്ളിവിടുന്ന തള്ളലുകൾ ഒരു പക്ഷേ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഔദ്യോഗിക വക്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായേക്കാം എന്നുള്ള ഒരു തലത്തിലാണ് അദ്ദേഹം അവിടെ കാര്യങ്ങൾ പറഞ്ഞത്. ഒരേ ഒരു കാര്യമാണ് ഇവിടെ പറയുവാനുള്ളത്, നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവായേക്കാം. ആ വധശിക്ഷ ഒഴിവാകുന്നത് നേരായ മാർഗത്തിൽ ആവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനേക്കാൾ മികച്ചു നിൽക്കുന്ന, മുകളിൽ നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ തള്ളിവിടുന്ന ഈ കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിമിഷപ്രിയ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, അവരുടെ മോൾക്കും അവരുടെ കുടുംബത്തിനും നിമിഷപ്രിയയെ തിരിച്ച് ലഭിക്കട്ടെ. നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി ജയിലിലാണെങ്കിൽ പോലും അവർക്ക് ജീവിക്കാമല്ലോ. അങ്ങനെയെങ്കിൽ അതെങ്കിലും സാധ്യമാവട്ടെ. ഇതിനെല്ലാം യഥാർത്ഥത്തിൽ വേണ്ടത് തലാൽ അബ്ദു മെഹദി എന്ന് പറയുന്ന ആളുടെ കുടുംബം, അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന അവരുടെ ഔദ്യോഗികമായി കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇതെല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അവരുമായിട്ട് ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടോ? അവർക്കാണ് ഇതിൽ പൂർണ്ണമായിട്ട് നിയമപരമായിക്കൊണ്ട് നിമിഷപ്രിയയ്ക്ക് മോചനം നൽകുവാൻ കഴിയുക. അല്ലാത്ത നിലയ്ക്ക് നിമിഷപ്രിയ മോചിക്കപ്പെടുകയാണെങ്കിൽ അത് ചില ആളുകളുടെ തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വളഞ്ഞ വഴിയിലൂടെ നടത്തുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ വക്താവ് പറഞ്ഞത്. അതെങ്കിലും നടക്കട്ടെ എന്നുള്ളതാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ലക്ഷ്യം അത് നിറവേറ്റുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ആത്യന്തികമായിക്കൊണ്ട് മലയാളികൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും. എന്നാൽ വളഞ്ഞ വഴിയിലൂടെ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇവിടെ ഒരു ഓഫീസ് ഇട്ടുകൊണ്ട് യമൻ കോടതിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നും വിളിച്ചു പറയുന്നൊരു തലത്തിലേക്ക് ഇത് കൊണ്ടുപോയി ആളുകളെ വഞ്ചിതരാക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അറിയിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. നിമിഷപ്രിയ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല, വിഷമവുമില്ല. രക്ഷപ്പെടുന്നത് തന്നെയാണ് സന്തോഷം. എന്നാൽ അത് നേരായ മാർഗത്തിലൂടെ ആവട്ടെ എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത്.